ഞാൻ ക്രിസ്റ്റി ജോൺ. എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്സ്? കൊള്ളാല്ലേ? ഇന്ന് എനിക്ക് കളർ ഡ്രസ് ഇടാൻ കിട്ടിയ അവസരമാണ്. അതിനൊരു കാരണമുണ്ട്. ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു, പക്ഷെ കളർ ഡ്രസ് ഇടാൻ പറ്റിയില്ല. ഡിഒ എന്ന ദിവസമായതുകൊണ്ട് യൂണിഫോം ഇടുന്ന പ്രിൻസിപ്പള് വാശിയിലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഷൈൻ ചെയ്യും. ഈ കാര്യം എപ്പോ നോക്കിയാലും ഞാൻ മറന്നു. ദിസ് ഇസ് മൈ പേഴ്സണൽ റൂം. ഈ പിങ്ക് കളറാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ്. ഇത് ജസ്റ്റിൻ ബീബർ, അറിയാലോ. ഇത് പോപ്പ് സിംഗർ ഹന്ന മോണ്ടാന. ഇത് നമ്മുടെ സ്വന്തം നസ്രീൻ നിവിൻ പോളിൻ. മഞ്ജു ചേച്ചി പിന്നെയും സിനിമയെ വന്നു. ഹൗ ഓൾഡ് ആർ യു കണ്ടപ്പോ എനിക്ക് കിട്ടിയ ഡയലോഗാ, ജീവിതത്തില് ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിച്ചിട്ടേ പോകാവൂന്ന്. അന്നു മുതൽ മനസ്സിൽ തുടങ്ങിയതാണ് മലാല യൂസഫ്സായിട്ടുള്ള വലിയ ഇഷ്ടം. അതിന് എനിക്കൊരു ഡ്രീമുണ്ട്. ആക്ച്വലി എനിക്കും ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിക്കണം എന്നാണ് ആഗ്രഹം. എന്റെ ഡ്രീം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വരട്ടെ, സമയാകുമ്പോ ഞാൻ തന്നെ പറയാം. എത്ര എടുത്താലും ഇവിടുത്തെ പണി തീരത്തില്ല. വെളുപ്പിനെ തുടങ്ങിയതാ. ഇത് കഴിഞ്ഞ് അല്പനേരം ചുമ്മാ ഇരിക്കാന്ന് വെച്ചാലോ ടി വി കാണാന്ന് വെച്ചാലോ ഒരിക്കലും സമയം കിട്ടത്തില്ല. Either be a person of wisdom or follow the common ways of a mediocre. ഓ, തുടങ്ങി. ഇതാണ് എന്റെ പപ്പ. സിനിമയിലെ പോലെ ആരാനും എഴുതി വെച്ച വാചകം പറയാനേ എന്റെ പപ്പായ്ക്ക് അറിയൂ. എങ്കിൽ പിന്നെ വല്ല പുതിയ ഡയലോഗും കാച്ചിക്കൂടെ? Self mastery is your true aim. Treasure your mind. Cherish your dreams and hold your purpose. എല്ലാ ദിവസവും ഇതേ ഫിലോസഫിക്കൽ പല്ലവി. ഓഹ്, മമ്മിയുടെ കരച്ചിലുണ്ടാൽ ആരും സഹിക്കില്ല. നിങ്ങൾ വിചാരിക്കും ഞങ്ങളെ ഓർത്തിട്ടാണെന്ന്. അല്ല, ഇത് വെറുതെ കണ്ണീര് സീരിയൽ കണ്ടിട്ടാ. രാത്രിയിൽ 10:30 അവസാനിക്കുന്ന ഹാസ്യ ഹൊറർ പരമ്പരയിൽ നിന്ന് ഉറങ്ങിക്കൊണ്ടായിരിക്കും മാതാ കിടപ്പുമുറിയിലേക്ക് പോകുന്നത്. പുള്ളിക്കാരെ ഉപേക്ഷിച്ച ആ റിമോട്ട് കൃത്യം 10:30 ഏറ്റുവാങ്ങുന്ന പപ്പ. പപ്പ, ആ ഡാൻസ് പ്രോഗ്രാം വെക്കൂ പപ്പ. Idiot. Our most popular entertainment shows. You know, ബഹുദിന കലകൾ മനുഷ്യനെ കഴുതകളാക്കും. It's time. Go to bed. Good night. ഇതാണ് ജെറിയങ്കളും കൂട്ടരും. നാട്ടിലെ എല്ലാ തരികിട പരിപാടികളിലും ഈ കൂട്ടർ എപ്പോഴും ഉണ്ടാവും. ആ കറുത്ത ബനിയനും മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് എൻ്റെ ജെറിയങ്കിൾ. ഈ ജെറിയങ്കിളെ സിഗരറ്റ് വലിച്ചും കഞ്ചാവ് അടിച്ചും പോർണോഗ്രഫി കണ്ടും അടിച്ചു പൊളിച്ച് തകർത്ത് നടക്കുന്ന, ജീവിതം എൻജോയ് ചെയ്യുന്ന പപ്പായുടെ അനിയൻ. നാട്ടിലെ അറിയപ്പെടുന്ന തൂണും മതിലും എല്ലാം ജെറിയങ്ങളുടെ സ്വന്തമാണ്. പെൺകുട്ടികളാണ് ആളുടെ വേറൊരു വീക്ക്നെസ്. ആരെയും വെറുതെ വിടില്ല. ഏയ്, നീ ഇന്നലെ സംസാരിക്കാന്നോണ്ട് എന്തിനും മോളെ സംസാരിക്കാത്ത? ഇവിടെ നോക്ക്. ഹലോ ഹലോ, എന്നാ പോയാലോ? എന്നാ വിട്ടോ, അടുത്ത സ്റ്റോപ്പിലേക്ക് വിടാ മോനെ. ഇങ്ങനെ അവരുടെ പുറകെ ചലിച്ചുകൊണ്ടേയിരിക്കും.
വല്ലപ്പോഴും ഒരിക്കലേ ഞങ്ങൾ വീട്ടിലേക്ക് കയറി വരൂ. അന്ന് മമ്മിയും ജെറിയങ്ങളും യുദ്ധമായിരിക്കും. വീഡിയോയിലെ സിഗരറ്റ് വലിയൊന്നും പറ്റത്തില്ല. എടി വണ്ണേ, നീ ചീത്തയാവുന്നു വിചാരിച്ചിട്ടാ നിന്റെ തന്ത എന്നുള്ള എന്നെ ഇവിടെ കയറ്റാത്തത്. ജെറി ജന്മന പഴയാ. പിന്നെ എനിക്ക് അവകാശപ്പെടുത്തൊക്കെ ഞാൻ നേടിയിട്ടുണ്ട്. ക്രിസ്റ്റി, ഞാനൊന്ന് ജസ്റ്റ് കോപ്പി അടിച്ചതിൻ്റെ പേരിൽ നീ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്തു. അതിനുള്ള പണി ഞാൻ നിനക്ക് തന്നില്ലടേ. ഇന്ന് ക്ലാസ് റൂമിലാണെങ്കിൽ നാളെ ബാത്റൂമിലിട്ടാ നിന്നെ ഞാൻ പൂട്ടാൻ പോണേ. എൻ്റെ അടുത്ത് കളിക്കണ്ട നീ, മനസ്സിലായോ? നീ പോടാ മത്തി സുഖം. കേറാം. കൊറേ നാളായി എനിക്കിട്ട് പണിയാൻ തുടങ്ങിയിട്ട്. അവനിട്ടൊരു പണി കൊടുക്കണമല്ലോ. പപ്പയോട് പറഞ്ഞാലോ? Rajiv, do you know Jean-Paul Sartre? A great French philosopher. He tells, use your freedom responsibly. That is what I want to tell you. You are a student. Behave like a student. Hereafter, don't tease my daughter. Common sense is the best distributed commodity in the world. Now you have to use it. Understand? വേണ്ട, ഇനി അതും പറഞ്ഞ് അവരെന്നെ കളിയാക്കും. മമ്മിയോട് പറഞ്ഞാലോ? ചെറുക്ക, ഞങ്ങൾ സ്ത്രീകൾ വെറും പൈങ്കിളികളാണെന്ന് വിചാരിച്ചോ? ഇനി എന്റെ മോളെ സ്കൂളിലെങ്ങാനും വെച്ച് കളിയാക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ, നീ ബാലഗണപതി സീരിയൽ കണ്ടിട്ടുണ്ടോ? അതിലെ ആന്റി ഓർമ്മയുണ്ടോ? ഞാൻ അങ്ങോട്ട് വരും. മമ്മി തന്നെയാണ് ബെസ്റ്റ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നീ ഇന്നലെ സീരിയൽ കണ്ടായിരുന്നോ? സീരിയലൊന്നും പുള്ളിക്ക് അലർജിയാന്നേ. ആ പിന്നെ സുഷമ, മമ്മി വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടേ? ആ നീ ഒന്ന് എടുത്തോണ്ട് വന്ന വയലറ്റ് സാരി ഉണ്ടല്ലോ, സൂപ്പർ ആയിരുന്നത്. നമ്മുടെ ഈ ജംഗ്ഷനിലെ പുതിയൊരു ഷോറൂം വന്നിട്ടില്ലേ? ഞാൻ അല്പം കഴിഞ്ഞ് വിളിക്കാം കേട്ടോ. ആ രാജീവ് എന്നെ പിന്നെയും ടോർച്ചർ ചെയ്തു. നീ ഇതിനാണ് ഇവിടെ കിടന്ന് കാറ് കൂവിയത്? നീ നിന്നു കൊടുത്തിട്ടല്ലേ? അപ്പൊ നീ എന്തെടുക്കുകയായിരുന്നു? നിനക്ക് അവനെ രണ്ടെണ്ണം പറയായിരുന്നില്ലേ? മമ്മിക്ക് മമ്മിയുടെ ക്ലബും സീരിയലും മാത്രമേ ഉള്ളൂ. എന്റെ കാര്യത്തില് ഒരു ശ്രദ്ധയില്ല. ആക്ച്വലി എന്താ നിന്റെ പ്രശ്നം? I don't want to talk to anyone. ഓ. ഇനി ഇതാരോട് പറയും? ജെറിയങ്കിളിനോട് പറഞ്ഞാലോ? ക്രിസ്റ്റി, ഊണ് കഴിക്കാൻ വാ. എനിക്ക് വേണ്ട. ഊണ് കഴിക്കാനല്ലേ പറഞ്ഞേ? ഇനി വിളിക്കണ്ട. വിശപ്പ് ശരീരം ഡിമാൻഡ് ചെയ്യുന്ന ഒന്നാണ്. അത് ആവശ്യമില്ലെങ്കിൽ കഴിക്കില്ല. അവള് വാശിയിലായിരിക്കും. ഒരു ഡെക്കാട്ട് തീരായിട്ട് വന്നിരിക്കുന്നു. ആ രാത്രി വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നെഴുന്നേറ്റു. അടുക്കളയിലെ ഫ്രിഡ്ജ് കാലിയായിരിക്കില്ലെന്ന് വിചാരിച്ച് ഞാൻ എഴുന്നേറ്റ് നടന്നു. കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ഒരരണ്ട വെളിച്ചം മിന്നി മറയുന്നത് ഞാൻ കണ്ടു. ചിലപ്പോൾ ജെറിയങ്കിള് സ്വരം താഴ്ത്തി ഇംഗ്ലീഷ് സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണുമായിരിക്കും. കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണ്, അഞ്ചാമനോമന കുഞ്ചുവാണ്.
പഞ്ചാര കുഞ്ചു എന്ന പേര് വന്നു. ആ മോള് വന്നോ? മോളെ, അമ്മ ഒരു പാർട്ടിക്ക് പോവാ. പപ്പ അമ്മേനെ കൊണ്ടയാക്കിയ ശേഷം തിരിച്ചു വരും. മോളിരുന്ന് പഠിക്കൂട്ടോ. Oh, it's already time. Come, let's go. ആ മോളെ, ഭക്ഷണം കിച്ചൺ ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എടുത്ത് കഴിക്കണേ. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ. ബൈ. മമ്മി ഉം? സൂപ്പർ. മോളെ, വാതിലടച്ചോട്ടോ. मदारी 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 मेरा तू मैं जम्मूरा रे जम्मूरा जम्मूरा रे जम्मूरा मदारी 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 मेरा तू. മമ്മിയും പപ്പ എന്തി? അവര് പുറത്തു പോയി. കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ. ദാ. ക്രിസ്റ്റി, ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ഇവിടെ പൈസ ഇരിപ്പുണ്ടോ? എന്റെ കയ്യിൽ എവിടുന്നാ കാശ്? നീ പോയി നോക്ക്. തൽക്കാലം ഞാൻ എന്റെ കാശ് കൊടുക്കേ നോക്കാം. വിളിച്ചാലും കിട്ടില്ല. അത്യാവശ്യം വിളിച്ചാൽ ഫോൺ കിട്ടില്ല പണ്ടാരടങ്ങാൻ വേണ്ടി. ഇനിയുണ്ടോ? ഇല്ല. അതെ, അങ്കിള് പോവാ. രാജീവിൻ്റെ ആയില്ലേ? അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇനി അവൻ്റെ ശല്യം ഉണ്ടാവില്ല. We were both young. Fashion trends. എന്താ ചെയ്യാ? എവിടെയാ ഓഫ് ചെയ്യാ? ഹായ് പപ്പ. Christy,
take that phone. ഹലോ ആ മമ്മി ആ പപ്പ വന്നു. ഫുഡൊക്കെ കഴിച്ചു മമ്മി. അടിപൊളിയായിരുന്നു മമ്മി. എല്ലാവർക്കും ഇഷ്ടമായി മമ്മി സാരി? ഇല്ല ഇല്ല ഒന്നുമില്ല. സാരില്ല, ഞാൻ വെക്കാം മമ്മി. ആ സാങ്ക്ക് ഇങ്ങനെ ഉണ്ടാ നന്നായിട്ടുണ്ടാകും. ഷോയിലേക്ക് ഇനി നമ്മുടെ ജഡ്ജസ് ഓഫ് കോഴ്സ് അവരില്ലാതെ നമുക്ക് എന്താ ആഘോഷം? Floor underneath the ice sculpture so it doesn't ruin the rug right now. Yeah, hang on a sec. Someone's at the door. Coming. Hi. Julie? 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 Julia! I hear you, Julia! Julia, get help! ക്രിസ്റ്റി, 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 നിനക്കെന്താ പറ്റിയേ? ജെറി വന്നായിരുന്നോ? നിനക്ക് എന്താടി പറ്റിയത്? ഈ ടെഡി ബെയറൊക്കെ എന്താ താഴെ കിടക്കുന്നത്? ഇതിലെങ്ങനെ ബ്ലഡ് പറ്റിയത്? ജെറി വന്നോന്ന് പറയടി, നിനക്ക് എന്താ പറ്റിയെന്ന്. പപ്പ എന്തിയേ? പപ്പ മേളിലുണ്ട്. മാറാ. നിങ്ങളിങ്ങനെ കുടിച്ചിരിക്ക്. കണ്ടില്ലേ ആ നശിച്ചവൻ കുടുംബം തകർത്തില്ലേ എന്റെ മോള്. അവനിവിടെ കേട്ടിരുന്ന പല വട്ടം ഞാൻ പറഞ്ഞല്ലേ, മക്കളെ വളർത്തേണ്ടത് അപ്പനും അമ്മയും കൂടെ കൂടിയാ. അനുഭവിച്ചോ? മോളെ നിനക്ക് എന്താ പറ്റിയത്? എന്താടാ പറ്റിയത്? അമ്മയോട് പറയടാ, എന്താ ശരിക്കും നിനക്ക് പറ്റിയത്? Christy, what happened, Mole? What happened? പപ്പ, ഞാനെന്തോ ബാഡ് സ്വപ്നത്തിലൂടെ കടന്നു പോവായിരുന്നു. Okay. Let me. I don't know what Let me happened. reduce your volume. Relax. Relax, Mole. No problem. Christy, you know, you are a smart girl.
You know what is right and wrong. Come, I will tell you. അറിവും തിരിച്ചറിവും നിനക്കുണ്ട്. Curiosity is good for growth and development. Yeah, it's good. അതുകൊണ്ടാണ് മോള് പപ്പ അറിയാതെ ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് ചിലതൊക്കെ കണ്ടത്. അത് പപ്പ ഞാൻ It's okay. Cool. ശരിയും തെറ്റും തിരിച്ചറിയുക എന്നതാണ് പ്രായത്തിൻ്റെ പക്വത. തെറ്റായ കാഴ്ചകൾ തെറ്റായ ചിന്തയിലേക്കും തെറ്റായ ചിന്തകൾ തെറ്റായ പ്രവൃത്തിയിലേക്കും നയിക്കും. പപ്പ നിന്നെ ഒരുപാട് നാളുകളായി ഫോളോ ചെയ്യുകയായിരുന്നു. ആൻഡ് ഐ നോ ദാറ്റ് യു ഹാവ് എ സ്പെഷ്യൽ ഡ്രീം. നീ മറ്റാരോടും പറയാതെ ഒളിച്ചു വെച്ചൊരു സുന്ദര സ്വപ്നം. ആൻഡ് വേർ ഇസ് യുവർ ഡയറി? ഡയറി? യുവർ പേഴ്സണൽ ഡയറി. Wow. Yes. Christy John. Right. മോളെ, നീ വെക്കുന്ന ഓരോ ചുവടും നാളത്തെ ചരിത്രമാണ്. മോളെ, നീ ശേഖരിച്ചത് ഓരോ പെൺകുട്ടിയുടെയും സുരക്ഷിതത്വമാണ്. Papa, there's something more. Really? Show me. Good. Great effort. Wow. മോളെ, നീ എഴുതുന്നതും വായിക്കുന്നതും ശേഖരിക്കുന്നതുമെല്ലാം പപ്പ അറിയുന്നുണ്ടായിരുന്നു. There is a burning fire within you. അത് പ്രകാശിക്കണം. ഇന്നലെ രാത്രി മുഴുവൻ പപ്പ കമ്പ്യൂട്ടർ മുമ്പിലായിരുന്നു. Just for your dreams. നിന്റെ സ്വപ്നങ്ങൾ പോവാണിയാൻ. My dreams? നീ ആഗ്രഹിക്കുന്ന പോലൊരു സിഗ്നേച്ചർ ഈ ലോകത്ത് അവശേഷിപ്പിക്കണം. Yes. അതെ. എന്താ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ മോളോട് വല്ലാണ്ട് റിജിഡായിട്ടാണ് പെരുമാറുന്നത്. അമ്മ റിജിഡ്? എന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? അവളോട് പെരുമാറുന്നതിൽ എന്തോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് ഐ ഹാവ് ടു ചേഞ്ച് മൈസെൽഫ്. എന്ത് പറ്റി ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നാൻ? അല്ല, നമ്മുടെ മോള് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് അവളുടെ സ്വപ്നങ്ങൾ. യെസ്, ഫ്യൂച്ചർ. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് അവൾ ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. എന്താ? അത് ഒരു സർപ്രൈസായിട്ടിരിക്കട്ടെ, ഞാൻ നിന്നോട് പറയാം. വല്ല അത്ഭുതമാണോ? ഐ തിങ്ക് ഞാനത് അവൾക്ക് ചെയ്തു കൊടുക്കണമെന്ന് തോന്നുന്നു. നമുക്കത് ചെയ്യണം. ഞാൻ പറയാം. എന്നാ നമുക്ക് ഉറങ്ങാം. Christy? Hi, Papa. Please close your eyes. Oh, yes. Signature? Christy John? Oh. Can't believe. Oh my God.
സിഗ്നേച്ചർ അവശേഷിപ്പിക്കണം ഞാൻ പറഞ്ഞിട്ടില്ലേ? മൈ സിഗ്നേച്ചർ ഇസ് മൈ ഡ്രീം.